ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പീഠാനുഭവ വെള്ളി. സ്നേഹത്തിന് രക്തത്തിൻ്റെ ഭാഷയുണ്ടെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസം. വിശുദ്ധ കുരിശിനാലെ അവൻ ലോകത്തെ വീണ്ടെടുത്ത ദിവസം. രക്ഷയുടെ അടയാളമായ കുരിശ് നമുക്കൊരുമിച്ച് വരച്ച് ഈ ദിവസം ആരംഭിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മുൾമുടി ചൂടി ക്രൂശിതനായി പാപലോകം പവിത്രമാക്കാൻ, മുൾമുടി ചൂടി ക്രൂശിതനായി. വിശേഷം 19 അധ്യായം 30 ഈശോ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അനന്തരം അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. അതൊരു നിലവിളിയല്ല, ഒരു വിലാപമല്ല, അത് വിജയഭേരി മുഴക്കിയതാണ്. രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയായതിൻ്റെ, രക്ഷ നമുക്കായി സാധ്യമാക്കിയതിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ഈ ദിവസം കുരിശിലേക്ക് നമുക്ക് നോക്കാം. കുരിശിൽ വെളിപ്പെടുന്ന അവൻ്റെ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. ഈശോയോട് ഇന്ന് നമുക്ക് ഏറ്റുപറയാൻ കഴിയണം, കർത്താവേ, നിന്റെ ഓരോ മുറിവിലും നിന്റെ കരുണ ഞങ്ങൾ കാണുന്നു. നിന്റെ ദേഹത്ത് നിന്ന് ഇറ്റുവീഴുന്ന ഓരോ രക്തത്തുള്ളിയിലും ഞങ്ങളുടെ രക്ഷ ഞങ്ങൾ കാണുന്നു. ഞങ്ങൾക്ക് വേണ്ടി പാടുപീഡകൾ ഏറ്റെടുത്ത് കുരിശിൽ രക്ഷ സാധ്യമാക്കിയ ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് അവൻ പറയുമ്പോൾ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നവൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എവരിതിങ് ഈസ് അക്കംപ്ലിഷ്ഡ്. സാൽവേഷൻ ഈസ് അക്കംപ്ലിഷ്ഡ്. രക്ഷ പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മരണത്തിൻ്റെ, രോഗത്തിൻ്റെ, പാപത്തിൻ്റെ ബന്ധനങ്ങളെ ഞാൻ തകർത്തിരിക്കുന്നു. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ ഇതാ തുറന്നിരിക്കുന്നു. രക്ഷ നമുക്കായി ഇവിടെ സമ്മാനിച്ചിരിക്കുന്നു. രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാകട്ടെ. ഈ ദിവസം കർത്താവ് നമുക്കായി വാങ്ങിത്തന്ന വിമോചനത്തെ, വിടുതലിനെ ഏറ്റുപറഞ്ഞ് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ഇനി നമ്മൾ തളർന്നു പോകരുത്, ഇനി നമ്മൾ ഭയപ്പെടരുത്, ഇനി നിരാശപ്പെടരുത്. നമുക്കായി അവൻ കടം വീട്ടിക്കഴിഞ്ഞു. എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദ ഡെപ്റ്റ് ഈസ് പെയ്ഡ്. കടം അവൻ വീട്ടിയിരിക്കുന്നു. ജീവൻ വിലയായി കൊടുത്ത്, രക്തം വിലയായി കൊടുത്ത് അവൻ നമുക്ക് വേണ്ടി കടം വീട്ടി എന്ന് തിരിച്ചറിയാം. അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നു, അവൻ്റെ മരണത്താലേ അവൻ മരണത്തെ തകർത്തു, അവൻ്റെ ജീവനാലേ അവൻ നമുക്ക് ജീവൻ സമ്മാനിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഈ ദിവസം നിന്റെ പീഡാസഹനത്തെയും നിന്റെ കുരിശു മരണത്തെയും ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, നിന്റെ മുറിവുകളിലൂടെ ഞങ്ങളിലേക്ക് ഒഴുകിയ കരുണയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. രക്തത്താലെ ഞങ്ങൾക്ക് സമ്മാനിച്ച രക്ഷയെ, വീണ്ടെടുപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോ, ഞങ്ങളുടെ സഹനങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, ഞങ്ങളുടെ തകർച്ചയിൽ, വീഴ്ചയിൽ നിന്റെ കുരിശിൽ ആശ്രയം കണ്ടെത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.